സംസ്ഥാന സർക്കാരുകളെക്കാൾ കൂടുതലായി ഇവിടെ കേന്ദ്രത്തിൽ ഇന്ധന വില വർദ്ധിക്കുന്നുണ്ട്. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പരാജയമാണെന്ന് പറഞ്ഞു. ഇവിടുന്ന് 28 കിലോമീറ്റർ അപ്പുറത്ത് കടന്നാൽ വാളയാറിനപ്പുറം തമിഴ്നാട്ടിൽ പെട്രോളിൻ്റെ വില കേരളത്തെക്കാട്ടിൽ 6 രൂപ കുറവാണ്. ഇവിടെ കർണാടകയിൽ കേരളത്തെക്കാളും പെട്രോളിൻ്റെ വില 6-7 രൂപ കുറവാണ്. കേരളത്തിൻ്റെ അതിർത്തി ജില്ലകളിൽ തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം അവർ വലിയ ഫ്ലക്സ് അടിച്ചു വെച്ചിരുന്നു, കേരളത്തേക്കാൾ 10 രൂപ കുറവിൽ ഇവിടെ പെട്രോൾ ലഭ്യമാണെന്ന് പറഞ്ഞിട്ട്. എന്തേ കേരളത്തിൽ അത് കുറച്ചുകൂടെ? കേന്ദ്രം കഴിഞ്ഞ 2022-ലും 2023-ലുമായി 2 തവണ പെട്രോളിൻ്റെ വില 2 തവണയായി 13 രൂപ പെട്രോളിനും 16 രൂപ ഡീസലിനും കുറച്ച സമയത്ത് അതിനാനുപാതികമായി കുറയ്ക്കുന്നതിന് പകരം കേരളത്തിലെ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് പെട്രോൾ വിലയിൽ 2 രൂപ വർദ്ധിപ്പിച്ച പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ആളുകളാണ് പറയുന്നത് കേന്ദ്രം പെട്രോൾ വില കുറയ്ക്കുന്നില്ല എന്നത്. ഇവിടെ കേന്ദ്രം കഴിഞ്ഞ 10 വർഷത്തിനിടെ 2 തവണ വില കുറച്ചു. തീയതി വെച്ചുകൊണ്ട് തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം. 2021 നവംബറിലെ പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും കുറച്ചു. 2022 കേന്ദ്രം പെട്രോളിന് 8 രൂപയും ഡീസലിന് 6 രൂപയും കുറച്ചു. ഇത്രയൊക്കെ കുറച്ച സമയത്തും കേരളത്തിൽ എന്തിനെങ്കിലും കുറച്ചോ? ഇവർ ആകെ കുറഞ്ഞത് പിണറായി വിജയൻ്റെ വില മാത്രമാണ് ഈ കേരളത്തിൽ കുറഞ്ഞിരിക്കുന്നത്. CPM-ൻ്റെ വില മാത്രമാണ് കുറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർ വിലക്കയറ്റത്തെക്കുറിച്ച് പറഞ്ഞു. 2014 മുൻപ് ഈ രാജ്യത്തുണ്ടായിരുന്ന ഇൻഫ്ലേഷൻ റേറ്റ് വിലക്കയറ്റം 8.2% ഉണ്ടായിരുന്നു. ഇന്ന് വിലക്കയറ്റം വെറും 5% മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലേക്ക് പിടിച്ചു നിർത്തുവാൻ ഇവിടെ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. പിന്നെ ഇവിടെ LPG സിലിണ്ടറിനെ കുറിച്ച് പറഞ്ഞു. UPA ഭരണത്തിൽ 1000 രൂപ എത്തിയ സമയത്ത് അന്ന് ഈ പറയുന്ന മാമനും അച്ഛനും ഒന്നായിരുന്നു. ആ ഭരണത്തിലെ UPA ഗവൺമെന്റിനെ പിന്തുണച്ചിരുന്നു CPM. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റിനെ പിന്തുണച്ച സമയത്ത് അന്ന് UPA ഭരണത്തിലെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗ്യാസിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾ പറഞ്ഞത്, ഗ്യാസ് വില 1000 രൂപ എത്തിയ സമയത്ത് 1000 രൂപയ്ക്ക് ഗ്യാസ് വാങ്ങിക്കുവാൻ കഴിവില്ലാത്തവൻ വാങ്ങിക്കണ്ട എന്ന് UPA-യുടെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി അന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോയും ന്യൂസും വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കാം. പക്ഷേ ഇന്ന് പാചകവാതകത്തിൻ്റെ വില 812 രൂപയാണ്. 1000 രൂപ UPA ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് 1000 രൂപ LPG-യുടെ വില എത്തി. ഇന്ന് 812 രൂപയ്ക്ക് ഗ്യാസ് അവൈലബിൾ ആണ്. അപ്പൊ എവിടെയാണ് വില കൂടിയിരിക്കുന്നത്? ഇവിടെ ബോധപൂർവം ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വിഡ്ഢികളാക്കി ഇവർക്ക് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുവാൻ പദ്ധതികളൊന്നും തന്നെ ഇല്ല. കഴിഞ്ഞ 7 വർഷമായി ഇവിടെ CPM ഗവൺമെന്റ് ഭരിക്കുന്നുണ്ട് കേരളത്തിൽ. ഇവിടുത്തെ യുവാക്കൾക്ക് എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരു പദ്ധതി ഇവിടെ CPM ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾക്ക് മുൻപിൽ വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കുവാനുള്ള ധൈര്യം ഇവിടുത്തെ CPM-ന്റെ പ്രതിനിധികൾക്കുണ്ടോ? ഇല്ല. കാരണം അവർക്ക് പറയുവാൻ പ്രളയം, കൊറോണ, കിറ്റ്, ഇതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നത് ഞങ്ങൾ നൽകിയ വീടുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നത് ഞങ്ങൾ ഇവിടെ സൗജന്യമായി നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതികൾ പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നത് ഉജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് നൽകിയതിൻ്റെ വിവരങ്ങളുമായിട്ടാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നത് സുകന്യ സമൃദ്ധി യോജനയുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നത് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുൻപിൽ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചു വരുന്നത്.